കഴിഞ്ഞ ക്ലാസ്സിൽ എഡിറ്റിംഗ് പഠിച്ചു. വളരെ ചുരുങ്ങിയ നേരം കൊണ്ടാണ് എഡിറ്റിംഗ് പഠിച്ചത്, അല്ലെങ്കിൽ എഡിറ്റിംഗ് മനസ്സിലാക്കിയത്. ഇത്രയും മതിയോ എഡിറ്റിംഗ് എന്ന വലിയ സംഭവത്തെ മനസ്സിലാക്കാൻ? അത് മതിയാവില്ല, അല്ലെങ്കിൽ അത് മതി. ഇതെല്ലാം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? എഡിറ്റിംഗ് എവിടെയൊക്കെ ആവശ്യമുള്ളത്? ഒരു കവിത എഴുതുമ്പോൾ എഡിറ്റിംഗ് ആവശ്യമാണ്. ഒരുപാട് പറയാൻ പാടില്ല. കഥ എഴുതുമ്പോൾ എഡിറ്റിംഗ് ആവശ്യമാണ്. കഥ എഴുതുകയാണ്, അത് എഴുതി കുറച്ചുകൂടി വിപുലമായിട്ട് എഴുതി, പിന്നെ നമുക്കറിയാം എവിടെ വെച്ച് ഏതൊക്കെ വാചകങ്ങൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഏത് വാചകം ഒഴിവാക്കിയാൽ ഈ കഥയെ ബാധിക്കും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇതൊക്കെ കൈകാര്യം ചെയ്യാറുള്ളൂ. കഥയെഴുത്തും കവിത എഴുത്തും എല്ലാം. അല്ലെങ്കിൽ അങ്ങനെയേ പാടുള്ളൂ. കാർട്ടൂൺ വരയ്ക്കുമ്പോൾ നല്ല എഡിറ്റിംഗ് ആവശ്യമാണ്. നമ്മൾ എന്താണോ പറയുന്നത് അത് ഷാർപ്പായിരിക്കണം. കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ആവശ്യമല്ല മാത്രം ചിത്രം കൊടുക്കുക. ആവശ്യമുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ കാർട്ടൂൺ അതിൽ രക്ഷപ്പെട്ടു, ഒരുപാട് മുന്നോട്ട് പോകും. അപ്പോൾ എഡിറ്റിങ്ങിന് നമ്മുടെ നിത്യജീവിതത്തിൽ എഡിറ്റിംഗ് ആവശ്യമാണ്. നമ്മളൊരാളോട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്താണോ നമ്മൾ പറയേണ്ടത്, നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അത് പറയാം. അതിന് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് ബോറടിക്കും. അപ്പോൾ എഡിറ്റിംഗ് എപ്പോഴും ആവശ്യമാണ്. ഇപ്പം പ്രസംഗിക്കുമ്പോൾ എഡിറ്റ് ചെയ്ത് സംസാരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും എഡിറ്റ് ചെയ്ത് സംസാരിക്കുന്നതിനാണ് നല്ലത്. എഡിറ്റ് ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള ആ ടെൻഡൻസി ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എഡിറ്റിങ്ങിൻ്റെ ചെറിയ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെറിയ ചില കാര്യങ്ങൾ ഒഴിവാക്കുക, വേണ്ടാത്തത് ഒഴിവാക്കുക, വേണ്ടത് മാത്രം ഉപയോഗിക്കുക. നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റോറി ബോർഡിൽ കൃത്യമായിട്ട് ഒരു നിർവചനം കൊടുത്താൽ, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് നിർവചനം കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് അനിമേറ്റ് ചെയ്താൽ ഈ എഡിറ്റിംഗ് സ്യൂട്ടിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പെരുമാറാൻ പറ്റും, നമ്മുടെ പ്രയോഗിക്കാൻ പറ്റും നമ്മുടെ കാര്യങ്ങൾ. ഇനി നമുക്ക് പഠിക്കേണ്ടത്, എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ ഉപയോഗിച്ച ക്ലാസ്സിൽ കുട്ടിക്ക് തലയും കുട്ടിയുടെ ഉടലും മാത്രമാണ് കൊടുത്തത്. തല ചലിക്കുന്നു, ഉടൽ ചലിക്കുന്നു. ഇനി നമുക്ക് ചെറിയ വ്യത്യാസം വരുത്താം. ഇത് മതിയോ അനിമേഷന്? അനിമേഷന് കുട്ടികൾ സംസാരിക്കണ്ടേ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ സംസാരിക്കണ്ടേ? സംസാരം അത്യാവശ്യമാണ്. സംസാരം വരും, ധാരാളം സംസാരിക്കേണ്ടി വരും. അപ്പോൾ മുഖത്തെ ഭാവങ്ങൾ ഒരു പരിധിവരെ കണ്ണിലൂടെ കൊണ്ടുവരാൻ പറ്റും. കണ്ണിലൂടെയും ചുണ്ടിലൂടെയും നമുക്ക് കണ്ണും ചുണ്ടും വരയ്ക്കാം. അപ്പോൾ അത് വരച്ചിട്ട് നമുക്ക് ഒരാളെ വെച്ച് പാട്ട് പാടിക്കുന്ന ഒരു കാര്യം അത് നമുക്ക് അനിമേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പാട്ട് കൊടുക്കാം. അങ്ങനെ ഒരു കൊച്ചു ഫിലിം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കണ്ണ് ചുണ്ടിൻ്റെ പ്രയോഗങ്ങൾ ഈ അനിമേഷനിൽ എത്രമാത്രം കൊണ്ടുവരാൻ പറ്റും എന്ന് മനസ്സിലാക്കാം. ഇത് ജസ്റ്റ് നമ്മൾ ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ മനോഹരമാക്കി നന്നായിട്ട് നിങ്ങൾ വീണ്ടും ചെയ്യുക, വീണ്ടും അത് ധാരാളം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അനിമേറ്റ് ചെയ്യാനുള്ള കഴിവ് ലഭ്യമാകും. നമ്മൾ മുൻകൂട്ടി ആ ക്യാരക്ടറിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ജിമ്പിൽ ചെയ്തിട്ടുണ്ട്. ഒരു പാട്ടുകാരൻ്റെതാണ്, സിംഗർ എന്ന പേരിൽ. ഇതാ ഇവിടെ മയക്കി പിടിച്ച് നിൽക്കുന്ന ബോഡി ഒന്നത് ചെയ്തു. അപ്പോൾ അത് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വരയ്ക്കാതെ അടുത്ത ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൽ വരയ്ക്കുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം പേര് കൊടുക്കുക, .png എന്ന് സേവ് ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടെ കണ്ണിനും ചുണ്ടിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണും ചുണ്ടും ഒഴിവാക്കിയിട്ടുള്ള ഒരു ശിരസ്. ഇവിടെ കണ്ണും ചുണ്ടുമില്ല, കാരണം നമ്മൾ ഏഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഇത് ചെയ്തിരിക്കുന്നത് 200x200 എന്ന അളവിലാണ്. ജിമ്പിൽ 200x200 എന്ന അളവിൽ ഡയമെൻഷൻ അതാണ്. ഹൈറ്റ് 200, വിഡ്ത്ത് 200 ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് .png വെച്ച് സേവ് ചെയ്തു.
സേവ് ചെയ്യാൻ പറ്റി. അതിനുശേഷം ലിപ്സ് 100 ഗുണിക്കണം 100 എന്ന അളവിൽ ജിമ്പിൽ സ്പേസ് സ്വരൂപിച്ചിട്ട് നമ്മൾ ചുണ്ടും സേവ് ചെയ്തു, വളരെ ചെറുതായിട്ട് ചെയ്തു. അതിനുശേഷം ഐബോൾ വളരെ ചെറുത് 50 ഗുണിക്കണം 50 ഈ അളവിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നുകൂടി പറയാം. ഇത് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത് കേട്ടൂണിൻ്റെ അതേ അളവിൽ, കേട്ടൂണിൻ്റെ അളവ് എന്താണോ, നീളവും വീതി എന്താണോ അതേ അളവ് തന്നെ ജിമ്പിൽ കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് എടുത്തു. പിന്നെ അതെല്ലാം ചെറുതാക്കിയിട്ട് പിന്നെയുള്ളത് ഇതാണ് ബോഡി. ആ ബോഡിക്ക് അല്പം വ്യത്യാസം വരുത്തുക. 200 അല്ലെങ്കിൽ 300 വെച്ചിട്ട് കൊടുക്കുക. തല കൊടുത്തിരിക്കുന്നത് 200x200, ഇത് 50x50, ഇതും 50x50. ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ജിമ്പിൽ വരച്ച് .png അതിൽ സേവ് ചെയ്തു. ഇനി നമുക്ക് ഇതെല്ലാം കേട്ടൂണിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഒരു സിനിമ ചെയ്യാം. അപ്പോൾ എന്താണ് സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതിന് കൂടുതൽ സീനിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് സ്റ്റോറി ബോർഡിന് വലിയ കാര്യമൊന്നുമില്ല, സ്റ്റോറി ബോർഡിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ അതൊരു സിനിമയാക്കിയിട്ടല്ല, നമ്മുടെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണിത്. ഒരു പാട്ട് പാടുകയാണ് ഒരാൾ എന്ന് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് സ്റ്റോറി ബോർഡിൻ്റെ ആവശ്യമില്ല. നമ്മളിത് ജസ്റ്റ് ഇതെല്ലാം തന്നെ ഏഡ് ചെയ്യാണ്. നമുക്ക് കേട്ടൂണിലേക്ക് നമ്മൾ ഇതുവരെ ജിമ്പിൽ തയ്യാറാക്കി വെച്ച കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം കേട്ടൂൺ ഓപ്പൺ ചെയ്യുന്നു. പ്രൊജക്റ്റിന് പേര് കൊടുക്കാം. ഫ്രെയിം പെർ സെക്കൻഡ് 6 മതി. അങ്ങനെ നമ്മൾ അനിമേഷന് വേണ്ടിയിട്ട് സ്റ്റേജ് തയ്യാറാക്കി. ഇനി ഓരോന്നായിട്ട് ഇൻസേർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി നല്ലത് തല ആദ്യം ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അതിന് ശേഷം ബോഡി ചെയ്യുക. കാരണം നമ്മളെല്ലാം ഒരു ലെയറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കോളറിന് പിന്നിൽ കഴുത്ത് വരണം. അതുകൊണ്ട് കോളറിന് പിന്നിലുള്ളായിരിക്കണം ഇവിടെ തല ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇൻസേർട്ട് ബിറ്റ് മാപ്പ്, അതിനുശേഷം ബോഡി. ഇനി നമുക്ക് ഐബോൾ, ലിപ്സ് ഇത് രണ്ടും ഇൻസേർട്ട് ചെയ്യണം. ലിപ്സും വേണം. അത് ചെയ്തു. ഇനി ആവശ്യമനുസരിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സ്റ്റേജിൽ ഒരു ബാലൻസ് വരുത്തണം. ചിത്രത്തിൻ്റെ ബാലൻസ് ശരിയാക്കിയിട്ട് വലിപ്പം ക്രമീകരിച്ച് വെക്കുക. ഓരോന്നിൻ്റെയും വലിപ്പം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും മതി. ഈ ഫയൽ സേവ് ചെയ്യുക. നേരത്തെ നമ്മൾ സേവ് ചെയ്താണ്, ഒന്നുകൂടി സേവ് ചെയ്യുക. അതിന് ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ വല്ല തകരാറും പറ്റിയാൽ ചെയ്ത് അത്രയും പോയി പോകും.
ഈ പാട്ട് നമുക്ക് ഏതാണ്ട് ഒരു 6 ഫ്രെയിം കൊടുത്താൽ മതി. 6 ഫ്രെയിമിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ 12. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളൂ. അത്രയും സമയത്തേക്ക് സ്ഥലത്തേക്ക് നമ്മൾ ഇതിനെ കോപ്പി ചെയ്ത് വെക്കുകയാണ്. സെലക്ട് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ആറ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച്, ഒരു സെക്കൻഡ്, നമുക്ക് 2 സെക്കൻഡ് നേരം കൊടുക്കാം. രണ്ട് സെക്കൻഡ് നേരം 2 സെക്കൻഡിന് കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. അത് മതിയായില്ലെങ്കിൽ ഒരു 6 ഫ്രെയിം കൂടി ആഡ് ചെയ്യാം. ആനിമേഷൻ കൊടുക്കാം. ഒന്നാമത്തെ ഫ്രെയിം അത് തന്നെ മതി. രണ്ടാമത്തത് സെലക്ട് ചെയ്യുന്നു. ഇയാൾ പാടുകയാണ്. അപ്പം ചുണ്ടാണ് കൂടുതൽ ചലിക്കേണ്ടത്. ചുണ്ട് അല്പം ചെറുതാക്കുന്നു, നീക്കി വെക്കുന്നു. 3 ചുണ്ട് പഴയ പൊസിഷനിലാണുള്ളത്. ചുണ്ട് പഴയ പൊസിഷനിലാണുള്ളത്. 4 അല്പം വലുതാക്കുന്നു. 5 ചെറുതാക്കട്ടെ. ചുണ്ടിന് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇനി തലയ്ക്കും കൊടുക്കാം ചെറുതായിട്ട്. അടുത്ത അനിമേഷൻ തലയ്ക്ക് കൊടുക്കുന്നു. തല മൂവി അയക്കേണ്ടത് കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് പച്ച നിറം വരുത്തുന്നു. ഈ 4 ഭാഗത്തുമുള്ള ബട്ടണുകളിൽ പച്ച നിറമായ ശേഷം ഏതെങ്കിലും ഒരു ബട്ടൺ തിരിക്കുന്നു. ഓക്കെ, ചെറിയൊരു അനിമേഷൻ കൊടുത്തു. 7 ഇത് അല്പം തിരിക്കാം. അല്പം കൂടി തിരിച്ചു വെച്ചു. ചുണ്ടിൻ്റെ വലിപ്പം അതിനനുസരിച്ച് കണ്ണിന് മാറ്റം വരുത്തണം. ചുണ്ടിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ചുണ്ടിന് അല്പം തിരിക്കുന്നു. എട്ടാമത്തെ ഫ്രെയിം ചെറിയ ചലനം. ചുണ്ട് അല്പം മുകളിലോട്ട് പോകുന്നു. ഐബോൾ അല്പം മുന്നോട്ട് പോയി. നമുക്ക് ബോഡിക്കും അല്പം ചലനം കൊടുക്കാം. ഇവിടെ അല്പം ചരിയട്ടെ. ഇവിടെ തലയ്ക്ക് അല്പം അനിമേഷൻ കൊടുക്കാം. ചെറിയ ചലനം. കണ്ണ് ഇനി 10, 11, 12 നമുക്ക് തോന്നുകയാണ് കണ്ണിന് അല്പം അനിമേഷൻ കൊടുത്താലോ. അത് ചെയ്യാം. 10 കണ്ണ് അല്പം വലുതാക്കുകയാണ്. 11 കണ്ണ് അല്പം കൂടി വലുതാക്കി. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒന്നിച്ച് നീങ്ങാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സ്റ്റേജ് ബാക്ക്ഗ്രൗണ്ട് നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണോ മൂവ് ചെയ്യേണ്ടത്, എന്തിനാണോ അനിമേഷൻ കൊടുക്കേണ്ടത്, അത് അവിടെ മാത്രം പ്രസ് ചെയ്യുക. 12 ഇത് അല്പം ഹൈറ്റ് കൊടുത്താലും നമുക്ക് പാടുമ്പോൾ അല്പം ഹൈറ്റ് കൊടുക്കുന്നു.
അങ്ങനെ നമ്മൾ 12 ഫ്രെയിമുകളിലായി 2 സെക്കൻഡിനുള്ള അനിമേഷൻ കൊടുത്തു. ഇനി അനിമേഷൻ നോക്കാം. കുഴപ്പമില്ല, ഇത് റിപ്പീറ്റ് ചെയ്താലും മതി. ഇനി കൂടുതൽ അനിമേഷൻ്റെ ആവശ്യമില്ല, ഇത് റിപ്പീറ്റ് ചെയ്താൽ മതി. അതുകൊണ്ടിത് ഈ 12 ഫ്രെയിമുകളായി ചെയ്ത ഈ അനിമേഷൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഒന്നുകൂടി സേവ് ചെയ്യാം. അതിനുശേഷം എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് പ്രൊജക്റ്റ്, വീഡിയോ ഫോർമാറ്റ്സ്, AVI വീഡിയോ, നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്തു. എല്ലാം വന്നിട്ടുണ്ട്. AVI ഫയലായി നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ്. സേവ്, എക്സ്പോർട്ട് ചെയ്തു. അപ്പം ഫ്രെയിം 11 ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചിത്രം കാണാം. വീണ്ടും 12 വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ AVI ഫയലാക്കി സൂക്ഷിച്ചു. AVI ഫയലായി സേവ് ചെയ്തു. ഇനി ആ AVI ഫയലിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പാട്ടെടുക്കാം. ഒരു പഴയ ഹിന്ദി ഗാനം നമുക്കത് നോക്കാം. അത് ഇവിടെ പാകമാകുമെന്ന് നോക്കാം. ആപ്ലിക്കേഷൻസ്, സൗണ്ട് ആൻഡ് വീഡിയോ, ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എടുത്തു. അതിനുശേഷം നമ്മുടെ ഇമ്പോർട്ട് ചെയ്യാണ്. നമുക്ക് വേണ്ടത് AVI ഫയലായി സൂക്ഷിച്ചിട്ടുണ്ട്, അത് ആദ്യം എടുക്കുന്നു. ആഡ് എടുത്തു. ഒരു പാട്ടും നമുക്ക് പരിചയമുള്ളൊരു ഹിന്ദി ഗാനമാണ്. അത് സെലക്ട് ചെയ്തു, ആഡ്. ആ പാട്ട് ഇവിടെ വലിച്ചിട്ടു. വെറും 2 സെക്കൻഡേ ഉള്ളൂ. 2 സെക്കൻഡ് പോരാ. അപ്പോൾ ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അപ്പോൾ 4 സെക്കൻഡായി. വീണ്ടും ചെയ്താൽ 8 സെക്കൻഡായി. 6 സെക്കൻഡായി. 8 സെക്കൻഡ്. ഒന്നുകൂടി ചെയ്തു, 10 സെക്കൻഡ് നിൽക്കട്ടെ. ഇവിടെ ടൈറ്റിലൊന്നും കൊടുക്കുന്നില്ല. കാരണം ഇങ്ങനെ ടൈറ്റിൽ കൊടുക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. ചെറിയൊരു കഷ്ണമല്ലേ. ട്രാക്ക് 1 ആ ശബ്ദം പിടിച്ചിടുകയാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ തുടക്കത്തിൽ മ്യൂസിക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ തുടക്കമുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നു, ആ ഭാഗം സെലക്ട് ചെയ്യുന്നു, റിമൂവ് ക്ലിപ്പ്, അത് പോക്കി. ഇനി ബാക്കിയുള്ളത് ഇങ്ങോട്ട് വെച്ചു. ആ ഭാഗം നമുക്ക് വീണ്ടും ഇതിന് ആവശ്യമുള്ള ഭാഗം വരെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നു. റേസർ ഉപയോഗിച്ച് കട്ട് ചെയ്തു. ബാക്കി ഒഴിവാക്കുന്നു, റിമൂവ് ക്ലിപ്പ്. ഇത്രയായി. ഇനി ഇതിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. നോക്കാം ഇത് എത്രമാത്രം ശരിയായി വന്നിട്ടുണ്ടെന്ന്. ഇവിടെ കുഴപ്പമില്ല, നമുക്കത് എക്സ്പോർട്ട് ചെയ്യാം. ഇവിടെ എക്സ്പോർട്ട് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ പേര് കൊടുക്കുക. പേര് കൊടുത്തു. പ്രൊഫൈൽ, DVD പാൽ, DV പാൽ, ക്വാളിറ്റി ഹൈ തന്നെ. എക്സ്പോർട്ട് വീഡിയോ കൊടുത്തു. എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എക്സ്പോർട്ട് പൂർത്തിയായി. നോക്കുക, ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സിനിമ പൂർത്തിയായി. ഒന്ന് നോക്കാം.
यही घर अपना बनाने को पंछी करे देखो तिनके जमारे कोई तेरा गाँव. അപ്പോൾ നമ്മൾ ചുണ്ട്, കണ്ണ് ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് അനിമേഷൻ ചെയ്തു. ഇതുപോലുള്ള ഒന്ന് രണ്ട് സിനിമകൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അനിമേഷനിലേക്ക് കടക്കാം. അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ വരുമ്പോൾ ധാരാളം സ്കെച്ച് ചെയ്ത് വരണം. നിങ്ങളുടെ സ്കെച്ച് പുസ്തകത്തിൽ ധാരാളം ചിത്രങ്ങളുമായിട്ട് വരിക. കൂടാതെ നല്ല ഒരു സ്റ്റോറി ബോർഡും, ഏതെങ്കിലും ഒരു കഥ ബേസ് ചെയ്തിട്ട്. നമ്മളിവിടെ ചെയ്തതൊക്കെ ചെറിയ ചെറിയ കഥകളാണ്, ചെറിയ ചെറിയ നമുക്ക് അനുഭവമുള്ള, നമുക്ക് ചുറ്റുമുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങളും നിങ്ങൾ കാണുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരു സിനിമാ രൂപത്തിലേക്ക് മാറ്റുക. അതിനുവേണ്ടി ചെറിയ ഒരു സ്റ്റോറി ബോർഡ് തയ്യാറാക്കി അടുത്ത ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെച്ച് കാണാം.